Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. CBSE സിലബസിൽ അധിഷ്ഠിതമായ പഠനരീതികൾ. വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് pre-KG, LKG ക്ലാസ് മുതൽ 12 വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു. ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ affiliated to CBSE ന്യൂ ഡൽഹി, വണ്ടൂർ. ബ്യൂറേജ് ഔട്ട്ലെറ്റിലേക്ക് മദ്യം വാങ്ങാനെത്തുന്നവർ പരിസരത്ത് മദ്യപിച്ച് നാട്ടുകാർക്ക് ശല്യമുണ്ടാക്കുന്നതായി പരാതി. വണ്ടൂർ വാണിയമ്പലം അത്താണിക്കലുള്ള ബ്യൂറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിന് സമീപമാണ് സംഭവം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് ആദ്യ സംഭവം ഉണ്ടായത്. മരണം വീട്ടിൽ നിന്നും മടങ്ങുകയായിരുന്ന സ്ത്രീകളെ നോക്കി മദ്യപാന്മാർ അനാവശ്യ വാക്കുകൾ ഉപയോഗിച്ചുവെന്നാണ് പരാതി. ബ്യൂറേജ് ഔട്ട്ലെറ്റിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിലും റോഡരികിലും വെച്ച് ഇവിടെ സ്ഥിരം മദ്യപാനം നടക്കുന്നുണ്ടെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും ശല്യമാകുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. ഞങ്ങൾ 4 ആളുകൾ കൂടി ഒരു മരണ വീട്ടിൽ പോകുകയായിരുന്നു. ആ പോണ സമയത്ത് ഇവിടെ വെച്ചിട്ട് കുപ്പി ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഞങ്ങൾ ഒരു കളിയാക്കിയ രൂപത്തിൽ ഞങ്ങളെ എന്തൊക്കെയാ പറഞ്ഞുകാണ്ട് കുപ്പി ഒരു കളിയാക്കിയ രൂപത്തിലാണ് ഞങ്ങൾ കാണിച്ചു തന്നത്. കുടിക്കണത് അനാവശ്യം പറഞ്ഞുകാണ്ടാണ്. അതിൽ ഇവര് പറഞ്ഞു എന്നാ അങ്ങനെ പോകില്ല പറഞ്ഞു. അതിനെ പിടിച്ചു വെച്ചു. ഞങ്ങളങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇവരോടൊക്കെ പറഞ്ഞ് പോലീസിനെ വിളിച്ച് വരാൻ പറഞ്ഞു. അതിന് ശേഷം വീണ്ടും ഇവിടെ തന്നെയാണ് പണി. രണ്ടാൾ ഇവിടെ ഞങ്ങൾ വരുന്ന സമയത്ത് 2 ആൾ നിന്നിട്ട് പിന്നെ കുടിച്ചുകാണ്ട് ഇങ്ങനെ പോകും. ഞങ്ങളെ കണ്ടപ്പോൾ കുപ്പി അവിടെ ഇട്ടിട്ട് ഒരാണ്ട് പോയി. പോലെ ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്നിട്ട് ആ പോണ പോക്കിലാണ് ഇവർ ഈ പണി ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പിന്നെ ഞങ്ങളിപ്പോൾ ഈ 8:30 മണിക്ക് സമയത്തൊക്കെയാണ് ഞങ്ങൾ ബസ് ഇറങ്ങിയാണ് ഇതിലെ വരുന്നത്. 2 സൈഡിലും വണ്ടി നിർത്തിയിട്ട് ഡോറ് തുറന്ന് വെച്ചിട്ട് ഞങ്ങളെ അസഭ്യം പറയാ. അതുപോലെ തന്നെ ഇവര് കഴിക്കുന്ന സാധനങ്ങൾ എടുത്താണ്ട് അതുകൊണ്ട് വെറിയ അങ്ങനെയൊക്കെ ചെയ്യണത്. നല്ല ശല്യം തന്നെയാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ ഇന്നലെ ഒരാൾ ഇവിടെ കാളിയാവില്ല ആളായിരുന്നു. അയാൾ വന്നിട്ട് ഇവിടെ കുടിച്ചിട്ട് ഇവിടെ തന്നെ കിടന്നുറങ്ങിയേക്കാം. രാവിലെ അയാളെ മദ്യത്തിൻ്റെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കുടിച്ചേക്കാം. ഒരു അമ്മ ഒറ്റക്കുള്ള വീട്ടിലെന്ന് പറഞ്ഞു. ഇവർ ചെക്കന്മാർ കൂടിയിട്ട് അയാളെ പറഞ്ഞയച്ചു. അതുപോലെ ഇനി പല ആൾക്കാരും വരും. അവരടുത്തുള്ള കാര്യങ്ങളൊക്കെ കാശും കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ കയറലും കത്തലും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതെയാക്കണം. ഈ തെളിവ് സാധ്യത ഞങ്ങളൊക്കെ കയ്യിൽ ഫോണിൽ എല്ലാ സംഭവങ്ങളെയും കണ്ടത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെക്കണമെങ്കിൽ ഈ സ്ഥാപനം ഈ ബിവറേജ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവന്നെ വേണം. ഒന്നുകിൽ പൂട്ടി അല്ലെങ്കിൽ ഇത് മാറ്റി വേറെ സ്ഥലത്തേക്ക് എവിടേക്കെങ്കിലും സ്ഥലം മാറ്റി എന്തെങ്കിലും ചെയ്യണം. കാരണം ഇതിലെ ഈ ഒരൊറ്റ റോഡ് കൂടെ 3-4 ഗ്രാമത്തേക്കാണ് നമുക്ക് നടന്നു പോകാനുള്ളത്. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ മുഴുവൻ നടന്നു പോകുന്നതിലാണ്. സ്ത്രീകൾ വരെ ജോലി കഴിഞ്ഞിട്ട് കൊഴിഞ്ഞു പോണ വീടുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ശല്യമാണ്. കാരണം അവരെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ മദ്യപാനം കൂടുതലായിരിക്കുക. കാരണം നിലമ്പൂർ പോയി മഞ്ചേരി പോയി കുടിച്ചിരുന്നു ഇവിടുന്ന്. അപ്പോൾ അവർക്ക് കൂടുതൽ സാധനം കിട്ടുക, വീട്ടിലുള്ളവരെ ശല്യം ചെയ്യുക, അരി വാങ്ങാൻ പോലും പൈസ കൊടുക്കാതെയും ബുദ്ധിമുട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ലൊരു ജീവിതം ഉണ്ടാണ്. ഞങ്ങളെ നാട്ടുകാർക്ക് ഇവിടെ പുറത്തുനിന്നായാലും ഇവിടുന്നായാലും ആര് വന്നാലും ഈ സ്ഥലത്തിരുന്ന് കുടിക്കാൻ പറ്റില്ല. ഈ സ്ഥാപനം ഉണ്ടാവാനും പറ്റും. സ്ത്രീകളെ ശല്യം ചെയ്തെന്ന പരാതിയെ തുടർന്ന് പോലീസ് എത്തി ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയ സമയത്ത് ഇവിടെ വീണ്ടും മദ്യപാനം നടക്കുകയും നാട്ടുകാർ ചോദ്യം ചെയ്യുകയും ചെയ്തു. രാത്രി മദ്യം വാങ്ങാനെത്തുന്നവർ പരിസരത്ത് വെച്ച് തന്നെ മദ്യം കഴിച്ച ശേഷം ബസ് സ്റ്റോപ്പിലും മറ്റും അന്തിയുറങ്ങി രാവിലെ വീണ്ടും മദ്യം വാങ്ങാൻ നിൽക്കുന്ന സാഹചര്യങ്ങളുമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് രാവിലെ തന്നെ നമ്മളവിടെ ഒരു മരണം നടന്നിരുന്നു. അപ്പൊ ആ മരണം നടന്ന അവിടുന്ന് 2-3 താത്താർ ഇതിലെ നടന്നു വരുന്നു. ഒരു നടന്നു വരുമ്പോ ഇവിടെ 2-3 ചെറുക്കന്മാർ സാധനം അടിച്ചിരിക്കുന്നു. അപ്പൊ ആ സാധനം അടിച്ചിരിക്കുമ്പോൾ താത്താര വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ ഓല അത് മൈൻഡ് ചെയ്യാതെ ഓല് മണ്ടി പോയി. താത്താർക്ക് ഓല കിട്ടിയില്ല. ഓല അതിലെ മണ്ടി പോയി. അപ്പൊ തന്നെ ഈ പീഡിയന്റെ ബാക്കിൽ വേറെ ഒരുത്ത സാധനം അടിക്കാതിരിക്കുന്നു. ആ താത്താര ഓനോട് ചോദിച്ചപ്പോൾ ഓല അനാവശ്യം പറയല്. ഓല് നേരെ താത്താർ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നാണ്ട് മൂപ്പരെ ഇവിടുന്ന് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ 2 ആൾക്കാർ മൊത്തം ഇവിടെ നിൽക്കുമ്പോൾ ആ കല്ലിന്റെ ബാക്കിൽ ഇരുന്നാണ്ട് വീണ്ടും 2 ആൾക്കാർ സാധനം കുടിക്കാൻ വരികയായിരുന്നു. അത് പൊട്ടിക്കാൻ നിന്നപ്പോൾ ഞങ്ങൾ 2 ആൾക്കാർ മൊത്തം ചെന്നാണ്ട് ഇപ്പോൾ പോലീസുകാർ ഒരുത്തനെ കൊണ്ടിട്ട് ഇവിടെ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പിരിയാൻ പോയിരുന്നു. ഞങ്ങളെ വണ്ടി ഏകദേശം അവിടെ നിർത്തിയത്. അപ്പോൾ ഞങ്ങൾ ആ മൂലക്കേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ട് 2 ആൾക്കാർ സാധനം അടിച്ചിരിക്കണേ. അപ്പോൾ ഈ സാധനം അടിച്ചിരിക്കണോലാണ് ഈ താത്താനോട് അനാവശ്യം പറഞ്ഞത്. ഞങ്ങൾ ചെന്ന് ചോദിക്കുമ്പോൾ ഫുള്ള് വെല്ലുവിളിയാണ്. ഞങ്ങൾ അതാക്കും ഇതാക്കും അനാവശ്യം പറിച്ചില്ല. അതിൻ്റെയൊക്കെ വീഡിയോസും ഞങ്ങളെടുത്തിട്ടുണ്ട്. ഇത് സ്ഥിര സംഭവമല്ല. ഇന്നലെ ഒരുത്തം ഇവിടെ വന്നാണ്ട് രാത്രി ഇവിടെ വന്നാണ്ട് നേരം വെളുക്കോളം ഇവിടെ പാലാവണം ബസ് സ്റ്റോപ്പിൽ കടന്നിറങ്ങി നേരം വെളുത്തി രാവിലെ 10 മണിക്കോ സാധനം വാങ്ങിയിട്ടാണ് ഇവിടുന്ന് പോയിക്കുന്നത്. ഓൻ്റെ പൈസ ഇല്ല, ഒന്നുമില്ല, ഫോണൊന്നുമില്ല. ഇത് കഴിഞ്ഞാൽ ഇവിടെ ലോലിക്കിഞ്ഞ് പൈസ കഴിഞ്ഞാൽ വേറെ പോലെ പെരയെ കയറൂലെന്നോ കയറി പിടിക്കില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടുത്തെ സ്ഥിര സംഭവമാണ്. അപ്പോൾ ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എന്തായാലും പോലീസുകാരോ പ്രസ്സുകാരോ എങ്ങനെ ഇടപെട്ടാണ്ട് ഞങ്ങൾക്ക് ഒഴിവാക്കി തരാണ്. ഇത് ശല്യമാണ്, ഞങ്ങൾക്ക് അത്രയും ശല്യമാണ്. പരാതിയെ തുടർന്ന് 8 മണിയോടെ പോലീസ് വീണ്ടും എത്തി ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്തു. കരുളായി മൈലമ്പാറ സ്വദേശികളായ 2 യുവാക്കളാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. അത്താണിക്കലിൽ ബ്യൂറേജ് ഔട്ട്ലെറ്റ് ആരംഭിച്ചതു മുതൽ നാട്ടുകാർ ശക്തമായ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ബഹിഷ്കരണം വരെ ഇതിന്റെ ഭാഗമായി ഉണ്ടായി. ഇന്ന് നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നാട്ടുകാർ സമരം ശക്തമാക്കുമെന്നാണ് സൂചന. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ.
വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇൻപയർ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. Arrivals Men Apparels near Town Square, Vandoor.